സർവം മുഴുവനും ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന്റെ സജീവ സാന്നിധ്യത്തിന് മുന്നിൽ കൂപ്പുകരങ്ങളോടെ ഞങ്ങളും ഈ പ്രഭാതത്തിലായിരിക്കുന്നു. ദൈവമേ, ഞങ്ങളൊന്ന് ചേർന്ന് നീ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ആഴിയേക്കാൾ ആഴമേറിയ, വിശുദ്ധേക്കാൾ വിശാലമായ
ആ വലിയ സ്നേഹത്തിന്റെ മുൻപിൽ ഒത്തിരി സ്നേഹത്തോടുകൂടി ഞങ്ങളും ആയിരിക്കട്ടെ. ഈ പ്രഭാതത്തിന്റെ നല്ല നിമിഷങ്ങളിൽ നല്ല തമ്പുരാനെ അല്പസമയം അങ്ങയോടുകൂടി ചെലവഴിക്കുവാനായി ഞങ്ങളെ അനുവദിക്കുന്ന വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം പറയുന്നു, അവിടുന്ന് തന്റെ ജനത്തെ അനുഗ്രഹിച്ചു, തന്റെ വിശുദ്ധരെ അവിടുന്ന് സ്നേഹിച്ചു. അവർ അവിടുത്തെ പാതാളത്തിലിരുന്ന് അവിടുത്തെ വചനം ശ്രമിച്ചു. തന്റെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിച്ചു, തന്റെ വിശുദ്ധരെ അവിടുന്ന് സ്നേഹിച്ചു. അവർ അവിടുത്തെ പാതാളത്തിലിരുന്ന് അവിടുത്തെ വചനം ശ്രമിച്ചു. തമ്പുരാന്റെ പാതാളത്തിലിരുന്ന് അവിടുത്തെ വചനം ശ്രമിച്ച് വചനം ജീവിച്ച് സ്വർഗത്തില് നമുക്ക് വേണ്ടി മധ്യസ്ഥയായി നിലകൊള്ളുന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് തിരുസഭ കൊണ്ടാടുകയാണ്. വിശുദ്ധ അൽഫോൻസാമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമുക്കും പ്രാർത്ഥിക്കാം. സഹനത്തിന്റെ അൾത്താരയില് ജീവിതം ഹോമബലിയായി അർപ്പിച്ച് തന്റെ ജീവിതത്തിന്റെ ക്ലേശങ്ങളെയും രോഗങ്ങളെയും വേദനകളെയും എല്ലാം പ്രാർത്ഥനയാക്കി ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ ഹൃദയത്തിൽ ഇടം തേടിയ വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. പരിത്യാഗത്തിലൂടെയും പ്രാശ്ചിത്യത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവസ്നേഹത്തിന്റെ ആഴങ്ങള് ജീവിതത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ സ്നേഹത്തിൽ ജീവിച്ച് ദൈവത്തിന്റെ സ്വന്തമായി തീരുന്ന പരിശുദ്ധ വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥ സഹായം ഈ പ്രഭാതത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. നല്ല തമ്പുരാനെ, അങ്ങയുടെ തിരുമുൻപില് അങ്ങേക്ക് പ്രീതികരമായ ജീവിതം അർപ്പിച്ച വിശുദ്ധരെ പോലെ ഞങ്ങളുടെയൊക്കെ അനുദിന ജീവിതങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളെ, ഞങ്ങളുടെ രോഗങ്ങളെ, ഞങ്ങളുടെ പീഡകളെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥനയാക്കി ഉയർത്തുവാൻ വേണ്ട വലിയൊരു അഭിഷേകവും കൃപയും ഈ വിശുദ്ധയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് അങ്ങ് കൃപ വർഷിക്കണമേ. ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല. നിലത്ത് വീണഴിയുന്ന ഗോതമ്പ് മണി പോലെ അങ്ങേക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാം സ്വീകരിച്ചുകൊണ്ട് ദൈവഗീതപ്രകാരം ജീവിക്കുവാൻ ഈ വിശുദ്ധയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നമുക്ക് ഈ പ്രഭാതത്തില് ഇന്ന് നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മൾ ഓരോരുത്തരും നേരിടുന്ന വലിയ പ്രതിസന്ധിയെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥത വഴി ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. പടർന്നുകൊണ്ടിരിക്കുന്ന ഈ പകർച്ചവ്യാധിയിൽ നിന്ന്, ഈ മരണഭീതിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് വിശുദ്ധയുടെ മാധ്യസ്ഥം വഴി ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈ പ്രഭാതത്തിൽ തമ്പുരാന്റെ സ്നേഹവും തമ്പുരാന്റെ
സാന്നിധ്യവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ആരാധന സ്തുതി ഗീതങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന സകല ബലികളുടെയും യോഗ്യതകളോട് നമ്മുടെ ബലികളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ മേല്, എൻ്റെ കുടുംബത്തിൻ്റെ മേല്, എൻ്റെ സമൂഹത്തിൻ്റെ മേല്, തിരുസഭയുടെ മേല്, ലോകം മുഴുവൻ്റെ മേല്, സർവ്വജനപദങ്ങളുടെയും മേല് ദൈവമേ അങ്ങ് കരുണയായിരിക്കണമേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്കായി നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ അനുഗ്രഹം ഏറ്റുവാങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, മാനവനെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ മർത്യനുനി മോചനമേ. സർവേശ്വരകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാ മിശിഹാനാഥൻ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹായൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. വരനിരയായൊഴുകിയ ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവ് കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാ കന്യകത വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധനും ദൂതനും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവം മനുഷ്യനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.
സന്നിധി ഒന്നു ചേർന്നിടാ ദൈവഭയത്തോടെ പങ്കു ചേർന്നിടാ പാവനമാകും സന്നിധി ഒന്നു ചേർന്നിടാ ദൈവഭയത്തോടെ പങ്കു ചേർന്നിടാ ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് ജൂലൈ മാസം 28-ാം തീയതിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ദിനമാണ്. കേരള സഭയിൽ നിന്നും ആദ്യമായി സ്വർഗീയ രാമത്തെ പുഷ്പിച്ച ആ പുഷ്പത്തെ വിശുദ്ധ അൽഫോൻസയെ നമ്മൾ ഓർമ്മിക്കുകയാണ്. വ്യക്തിപരമായി നമ്മുടെ രൂപതയ്ക്ക് ഇത് സന്തോഷത്തിന്റെ നിമിഷമാണ്. കാരണം നമ്മുടെ രൂപതയുടെ മധ്യസ്ഥയാണല്ലോ വിശുദ്ധ അൽഫോൻസാമ. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ അൽഫോൻസാമയുടെ നാമത്തിൽ ഒരു കുരിശുപള്ളി പോലും ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവികരുടെ ആ വിശ്വാസ തീഷ്ണതയെ സ്മരിക്കുവാനുള്ള ഒരു ദിവസം കൂടിയായിട്ട് ഇത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സഭയുടെ ഏറ്റവും വലിയ പൈതൃകങ്ങളിൽ ഒന്നാണ് വിശുദ്ധരുടെ മാധ്യസ്ഥ്യം തേടിയുള്ള നമ്മുടെ പ്രാർത്ഥന. സുവിശേഷത്തിന്റെ കമന്ററികളാണ് വിശുദ്ധാത്മാക്കളെല്ലാം. ക്രിസ്തുവിന്റെ ജീവിതത്തെ സ്വജീവിതത്തിലൂടെ പകർത്തി കാണിച്ച ആ പുണ്യാത്മാക്കളുടെ സ്മരണ ആചരിക്കുമ്പോൾ, വിശുദ്ധ അൽഫോൻസാമയുടെ ഓർമ്മ ആചരിക്കുമ്പോൾ പ്രത്യേകമായി ഈ സാഹചര്യത്തിൽ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. ഭൗതികമായ ആഘോഷങ്ങളിലൂടെയും കടന്നു പോകേണ്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. പക്ഷേ കൊറോണ പശ്ചാത്തലത്തിൽ ആത്മീയമായ ആഘോഷങ്ങളിലേക്ക് നമ്മുടെ ഈ അൽഫോൻസ ദിനാചരണം മാറപ്പെടുകയാണ്. നമുക്ക് ഈ പുണ്യവതിയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് തന്നെ ആത്മാർപ്പണം ചെയ്ത അന്നക്കുട്ടി എന്ന ആ കൊച്ചുമിടുക്കി ആ സ്വയം സമർപ്പണത്തിലൂടെ സിസ്റ്റർ അൽഫോൻസയായി മാറി. ആ മഠത്തിൽ ജീവിച്ചിരുന്ന കാലയളവിൽ ഒരിക്കൽ പോലും അവൾ അസാധാരണമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സാധാരണക്കാരനോട് ജീവിച്ചോ എന്ന് ചോദിച്ചാൽ അതിനു പോലും പറ്റിയെന്ന് നമുക്ക് പറയില്ല. കാരണം ജീവിത കാലയളവ് മുഴുവനും വേദനയിലൂടെയും രോഗപീഠയിലൂടെയുമാണ് അവൾ കടന്നുപോയത്. അങ്ങനെ കടന്നുപോയപ്പോഴും ഒരിക്കൽ പോലും പരിഭവം പറയാതെ, പരാതിപ്പെടാതെ തന്റെ ജീവിതത്തെ അവൾ നോക്കിക്കണ്ടു. ദൈവത്തിന് മുമ്പിൽ തന്റെ ജീവിതത്തെ അവൾ സമർപ്പിച്ചു, മരിച്ചു. സാധാരണക്കാരെ പോലെ തന്നെ, അതിലും സാധാരണക്കാരിയായി കടന്നുപോയി. ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ജനാവലി ഒന്നും ഉണ്ടായിരുന്നില്ല. സെമിത്തേരി വരെ അനുഗമിച്ച ആളുകൾ അവിടെ കൊണ്ട് അവസാനിച്ചുവെന്ന് തീരുമാനിച്ചിടത്താണ് ദൈവം അവളിലൂടെ പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. അവരുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥന ആരംഭിച്ചത് ഒരിക്കലും വൈദികരും സന്യസ്തരും ഒന്നും ആയിരുന്നില്ല. അവൾ പ്രാർത്ഥനയുടെ ഒരു അമ്മയാണ്, സഹനത്തിന്റെ ഒരു അമ്മയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഈ കല്ലറയുടെ കബറിടത്തിന്റെ അരികിൽ വന്ന് പ്രാർത്ഥന ആരംഭിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി. സെമിത്തേരി കൊണ്ട് അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് ദൈവം അവളിലൂടെ തന്റെ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ അവൾ കേരള സഭയുടെ പുണ്യമായിട്ട് മാറുകയാണ്. ഈ അൽഫോൻസാമയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുമ്പോൾ സഹനത്തിന്റെ മധ്യസ്ഥയാണ് അൽഫോൻസാമ. നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളെയും വേദനകളെയും എല്ലാം ദൈവത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു നിമിഷമായി കൂടെ ഈ വിശുദ്ധ ബലിയർപ്പണത്തെയും നമ്മുടെ ഇന്നത്തെ നൊവേന ശുശ്രൂഷകളെയും കണ്ടു മനസ്സിലാക്കുവാൻ ഭക്തിപൂർവ്വം നമുക്ക് തിരിച്ചറിയാൻ, മനസ്സിലാക്കാം. വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥ്യ സഹായം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അൽഫോൻസാമ നാമധാരികളായ എല്ലാവർക്കും ഈ ദിനത്തിന്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ടും നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ദിവസമായി ഈ ദിനത്തെ കണ്ടുകൊണ്ടും ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടെ ഈ ബലിയിൽ നമുക്കും പങ്കുചേരാം.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നീര ഒരുമയോടി ഭരിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം ഉൾപ്പെടുത്തണമേ
സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് അവിടുത്തെ പിഞ്ചെന്ന വിശുദ്ധ അൽഫോൻസയെ മഹത്വത്തിലേക്ക് ഉയർത്തുവാൻ അങ്ങ് തിരുമനസ്സായുള്ളൂ. ആ കന്യകയുടെ തിരുനാൾ ആചരിക്കുന്ന ഞങ്ങളെ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിലനിർത്തണമേ. അങ്ങയുടെ തിരുക്കുമാരന്റെ രക്ഷാകരമായ പേരിൽ ആത്മശരീര വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥനായി നയിക്കും. അഖില കീർത്തനത്തിനും അർത്ഥനായ ദൈവമേ, ഉചിതമാ മധുരമാ ദിവ്യനാമ കീർത്തനം തകരുമേതു ഹൃദയവും ശാന്തി കാമനങ്ങളിൽ കനിവിരുന്നുലങ്ങിരി ഭുവനദുഃഖമുക്തിയും സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകത അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം ശ്രദ്ധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായി നയിക്കും. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവേശ്വരരെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 2:18-21 വാക്യങ്ങൾ ഗുരുവാശീർവദിച്ചു. ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണ്. എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന്
ഞാൻ നിയമത്തിന് മൃതനായി. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തലത്തിന് വിലയിരുത്തുകയും ചെയ്ത ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതമാണ്. ദൈവത്തിന്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരിക്കുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിൽ നീതീകരണമൊന്നുമില്ല. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 12-20 മുതലുള്ള വാക്യങ്ങൾ. തിരുനാളിൽ ആരാധിക്കുവാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുണ്ടായിരുന്നു. അവർ ഗലീലിലെ ബെത്സയിദായിൽ നിന്നുള്ള ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നു പറഞ്ഞു, പ്രഭു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടി യേശുവിനെ വിവരം അറിയിച്ചു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നവരെ നിരൽ ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗ്യങ്ങൾ കൊത്തവിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ മാതൃക അനുസരിച്ച് നിന്നോടുകൂടി മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷണറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ റബി ജോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിതരംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്തെ പ്രതി എല്ലാം സഹിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്ത വിശുദ്ധ അൽഫോൻസയെ പോലെ ദൈവേഷ്ടത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനും ജീവിത ക്ലേശങ്ങളെയും പ്രയാസങ്ങളെയും വിരോചിതമായി നേരിടുന്നതിനും
വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിലത്ത് കിണഴിഞ്ഞ് ഫലം പുറപ്പെടുപ്പിക്കുന്ന ഗോതമ്പ് മണി പോലെ ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ സഭയിൽ പുറപ്പെടുവിക്കുവാൻ സമർപ്പിതർക്ക് വരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും വഴിയിൽ സമർപ്പിത ജീവിതം നയിക്കുന്നതിന് താല്പര്യരും യോഗ്യരുമായ ധാരാളം യുവതി യുവാക്കന്മാരെ വിളിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മളോരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയെ പ്രതി എല്ലാം ഉപേക്ഷിക്കുന്നതിനും ക്ലേശങ്ങൾ സഹിക്കുന്നതിനും വിശുദ്ധ അൽഫോൻസയെ അങ്ങ് ശക്തിയാക്കിയല്ലോ. ആഴമേറിയ വിശ്വാസത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും സാക്ഷ്യമായ ഈ സമർപ്പിത ജീവിതം ഞങ്ങൾക്ക് മാതൃകയാകട്ടെ. ഈ പുണ്യവതിയുടെ മാധ്യസ്ഥ്യം തേടുന്ന ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും അരൂപിയും ദൈവസ്നേഹ ചൈതന്യവും നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു.
നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ജനിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവേൻ. വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. വിശുദ്ധയുടെ കൃപയും നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിനും നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. കുർബാനയുടെ കർമ്മങ്ങളിൽ പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ അഭിഷേകത്തിന്റെ ചരിത്രങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നവരും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അന്വേഷിക്കപ്പെടുന്നവയെ സൂചിച്ചപേക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉപദേശം ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തലങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രൂരന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായിലേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു.
സർവശക്തനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനനായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും നിങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു. സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും. അപ്രകാരം തന്നെ കാശ്മീമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈ ഒരു ബലഹീനനും ക്ലേശത്തിനും ആകുലരുമായ ദാസൻ തിരുസന്നത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളാ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നതും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമാലി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് മേലധ്യക്ഷനുമായ മാർ റബി ജോസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസിനി സന്യാസികൾ, അൽമായി പ്രേക്ഷിതർ, സമർപ്പിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം അർപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നിന്ന് അങ്ങയുടെ നാമത്തിൽ മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും ഞങ്ങളെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ പഠനവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാണ്ഡിതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ ആൾക്കാർ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായിട്ടുള്ളവർക്കും
ആവശ്യമായ താരതമ്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനതകൾ ഈശ്വരമായ ദാസരങ്ങൾ നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നത്തിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനുഷ്ഠനമായ ഈശ്വരശിഖായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളുമെന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുടേർക്കുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തിയവരോട് ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകും. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്മയാവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങനെ ഞങ്ങൾ തന്നെ പ്രകീർത്തിക്കുന്നു. ഞാൻ അപേക്ഷിക്കുന്ന മൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൽ ഒത്തവിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശ്വരശിഹായ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ നീയപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ വിതയ്ക്കുകയില്ല, വൃത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ സ്നേഹമോടെ കൈക്കൊള്ളൂ. നമ്മുടെ കർത്താവീശ്വരശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകനെ അമൂല്യമായ ശരീരരക്തമുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള പകർന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിനെയും നാഥനെ ദൈവത്തോട് കൃപയും പാപമോചനവും നീ
ജീവനും നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മലകൃതിയിലും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിലും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. ആമേൻ. നിത്യസ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങളെ പ്രകീർത്തിക്കുകയും നമുക്ക് ആധ്യാത്മിക മേശയെ സമീപിച്ച് പാപപ്രവൃത്തിക്കായി മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാം. മാതൃന്റെ മഹാരഹസ്യവും നിത്യജീവന്റെ അച്ചാരവുമാണിത്. സ്നേഹപൂർവ്വം ഇത് സ്വീകരിക്കുന്നവർ പവിത്രീകരിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവിന്റെ വാഗ്ദാനം അനുസരിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുകയും ചെയ്യുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരങ്ങളിൽ പാപപൂർത്തി നേടി നിത്യജീവൻ പ്രാപിക്കുവാൻ ദിവ്യരഹസ്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുവിൻ. അർഹതയുള്ളവർക്ക് എല്ലാ നന്മകൾ നൽകുന്നതും ജീവൻ മറഞ്ഞിരിക്കുന്നതുമായ ദിവ്യ രഹസ്യത്തെ പരിശുദ്ധമായ ഹൃദയത്തോടെ സമീപിക്കുവിൻ. ഇതുവഴി നമ്മുടെ ചിന്തകൾ വിശദീകരിക്കപ്പെടുകയും രോഗങ്ങൾ സുഖപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയെ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഏറ്റുപെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് വരുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. മനുഷ്യപ്രകൃതിയുടെ പ്രത്യാശയായ മിശിഹായി നമ്മൾ രക്ഷിക്കുന്ന ശരീരവും പാനത്തിന്റെ രക്തവും ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും സന്നദ്ധയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാണ് സകലത്തിന്റെയും ആധാരം എന്നേക്കും. പരിശുദ്ധാത്മാവിന്റെ കൃപാകത്താൽ സുഖവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ കർത്താവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുക. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് വിശുദ്ധ അൽഫോൻസയുടെ ഓർമ്മ ആചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായേ, പരിശുദ്ധ കുർബാന വഴി ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യ ദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ അൽഫോൻസയെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവം കൃപയും അരുളട്ടെ. എല്ലാവർക്കും നന്മ വരാമെന്നും ത്യാഗപദം തേടാം. പരിശുദ്ധാത്മാവേലും നരകത്തെ സൗഭാഗ്യം. ദൈവം ശക്തി പൊഴിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ സ്വസ്തി. നിത്യപുരോഹിതനായ ഈശോയും ശ്രേഷ്ഠമായ അവർ സദാശിവരാകട്ടെ. അങ്ങയുടെ മുഖത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രേമങ്ങൾ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്ന ആനന്ദത്തിൽ അവരുടെ ആരോഗ്യവും ആശ്വാസവും പരജനത്തെ സൗഭാഗ്യത്തിന്റെ പൂർണ്ണമായി തീരട്ടെ. പുരോഗതിയെയും വൈദ്യ ശുശ്രൂഷകളെയും ശുദ്ധീകരിക്കണമേ. കർത്താവിനെയും വീണ്ടും സഭയ്ക്ക് ശുചാരവൈദ്യരെയും സന്യാസികളെയും ആത്മാവിനെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി, ഉയരും കൂപ്പുകരങ്ങളുമായി വിടരും ഹൃദയ സുമങ്ങളുമായി എരിയും കൈത്തിരിനാളം പോലെ അമ്മേ തനയ പ്രാർത്ഥിപ്പു. നിൻ മഹിമകൾ പാടി പ്രാർത്ഥിപ്പു. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ, സ്വർഗസുഖങ്ങൾ പൊഴിക്കണമേ. അൽഫോൻസാമേ പ്രാർത്ഥിക്കണേ, സ്വർഗസുഖങ്ങൾ
സകലത്തിൻ്റെയും കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെക്കുറിച്ചും അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സകല പാപങ്ങളെക്കുറിച്ചും ഞങ്ങൾ മനസ്തപിച്ച് പൊറുതി അപേക്ഷിക്കുകയും ഇനിയൊരിക്കലും പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. സർവനന്മ സ്വരൂപിയായ അങ്ങയെ ഞങ്ങൾ മുഴു ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. അങ്ങേ വിശ്വസ്തദാസിയായ വിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് അങ്ങ് നൽകിയിട്ടുള്ള സകല വിശിഷ്ട വരങ്ങളെക്കുറിച്ചും ആ കന്യകയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അൽഫോൻസാമ്മയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നയിക്കണമേ. എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധ അൽഫോൻസാമ്മ വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്നിൽ വിശ്വസിക്കുന്നവരുള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന് തിരുവചനങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ദൈവം ഈ പ്രപഞ്ചം മുഴുവനിലും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ആഴമേറിയ വിശ്വാസമുള്ളവർക്കെന്ന് സമീപസ്ഥനാണ്. നല്ലവനായ ദൈവമേ, അങ്ങ് എളിയ ദാസിയായ അൽഫോൻസാമ്മയ്ക്ക് വിശ്വാസം എന്ന ദാനം നൽകി അവിടെ ശക്തിപ്പെടുത്തിയല്ലോ. സജീവ വിശ്വാസത്തോടെ അനുദിന കടമകൾ നിർവഹിക്കുവാനും അങ്ങനെ അങ്ങേക്ക് പ്രസാദിപ്പിക്കുന്നവളായി തീരുവാനും അവിടുന്ന് അവളെ അനുഗ്രഹിച്ചതിനെ കുറിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവരുടെ വിശ്വാസത്തിൽ സംപ്രീതനായ ദിവ്യനാഥ, ഞങ്ങൾക്ക് സജീവ വിശ്വാസവും ഞങ്ങൾ യാചിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹവും വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥ്യം വഴിയായി നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥിക്കണമേ ഞങ്ങൾ
ഉയരണമേ പ്രാർത്ഥനഖിലേശ, ഉയരണമേ സുരഭിലധൂപം പോ, സ്വർഗത്തിൽ നിൻ തിരുസന്നിധിയിൽ വെള്ളപ്പൂ പോലതു വിടരണം. സ്വർഗത്തിൽ നിൻ തിരുസന്നിധിയിൽ വെള്ളപ്പൂ പോലതു വിടരണം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ബാല്യം മുതൽ അനിതര സാധാരണമായ ഹൃദയശുദ്ധതയോടെ ജീവിക്കുകയും മാമോദീസയിലൂടെ ലഭിച്ച വരപ്രസാദം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഭാഗ്യമരണം പ്രാപിക്കുകയും ചെയ്ത അൽഫോൻസാമയെ പോലെ ഞങ്ങളും ജീവിതാന്ത്യം വരെ പ്രസാദപരപൂർണ്ണതയിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വേദനകൾ സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ ആധ്യാത്മികതയുടെ ഉന്നത പടവുകൾ കയറിയ അൽഫോൻസാമയെ അനുകരിച്ച് ദൈവസ്നേഹത്തിലും പ്രാർത്ഥനാരൂപയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ കുർബാനയോടുള്ള അതിരറ്റ വിശ്വാസത്തിലും ഭക്തിയിലും പ്രശോഭിച്ച വിശുദ്ധ അൽഫോൻസയെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ചു വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശത്രുക്കളോട് ക്ഷമിച്ച് അവർക്ക് സേവനം ചെയ്ത് ദൈവസ്നേഹത്തിന്റെ മഹോന്നത മാതൃകയായി തീർന്ന അൽഫോൻസിയെ അനുകരിച്ച് പരസ്നേഹത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവസ്നേഹ ചൈതന്യം വളരുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എളിമയും വിധേയത്വവും ജീവിതാദർശമായി സ്വീകരിച്ച് എല്ലാറ്റിലും അധികാരികൾക്ക് കീഴ്വഴങ്ങി ഉത്തമ സന്യാസിനിയായി ജീവിക്കുവാൻ അൽഫോൻസിയെ അനുഗ്രഹിച്ച കർത്താവെ, അനുസരണത്തിന്റെ മാതൃക ഞങ്ങളുടെ ഭവനങ്ങളിലും സമൂഹത്തിലും പുലർത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഠിനമായ രോഗത്താൽ ക്ലേശം അനുഭവിക്കുന്നുവെങ്കിലും സുബോധത്തോടെ തന്റെ പാവനാത്മാവിനെ ദൈവകരങ്ങളിൽ കൈയാളിക്കുവാൻ അൽഫോൻസയെ അനുഗ്രഹിച്ച കർത്താവെ, ഞങ്ങൾക്ക് ദീർഘായുസ്സും നല്ല മരണവും ലഭിക്കുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് തരും. എന്നോട് ചെയ്ത സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങേ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ചെയ്യുന്ന ഈ അപേക്ഷയുടെ ഫലം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. ഈശോ മറിയം യൗസേപ്പേ, നിങ്ങളുടെ പ്രത്യേക ഭക്തനായ വിശുദ്ധ അൽഫോൻസാമയുടെ പുണ്യയോഗ്യതകളെ പരിഗണിച്ച് അയോഗ്യരും പാപികളുമെങ്കിലും നിങ്ങളുടെ മക്കളായ ഞങ്ങളെയും വിശുദ്ധീകരിച്ച് സ്വർഗഭാഗ്യത്തിന് യോഗ്യരാക്കണമെന്നും ഞങ്ങൾക്കിപ്പോൾ എത്രയും ആവശ്യമായ അനുഗ്രഹങ്ങളും നിയോഗങ്ങളും അങ്ങേ വിശ്വസ്തദാസ വഴി സാധിച്ചു തരണമെന്നും എത്രയും എളിമയോടുകൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ അൽഫോൻസാമയുടെ അതിശക്തമായ മധ്യസ്ഥ സഹായവും നമ്മേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Lord, for such a